എളിമയുടെ മാതൃകയായ പരിശുദ്ധ അമ്മയെ സ്തുതിച്ചുകൊണ്ട് നന്മയും അനുഗ്രഹവും സ്വീകരിക്കുവാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് എല്ലാ പ്രേക്ഷകരെയും ആവേ മരിയ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 1531 ഡിസംബർ മാസത്തിൽ മെക്സിക്കോയിൽ ഗ്വാദലൂപ്പെ എന്ന് പറയുന്ന സ്ഥലത്ത് ജുവാൻ ഡിഗോയ്ക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു. ഞാനാണ് നിങ്ങളുടെ അമ്മ, കരുണയുടെ അമ്മ. നിങ്ങൾക്ക് ഞാൻ സംരക്ഷണവും സുരക്ഷിതത്വവും അനുഗ്രഹവും വർഷിക്കും. നിങ്ങൾ ഒരു പള്ളി പണിയുക. ഈ വിവരം ജുവാൻ തിരുമേനിയെ അറിയിച്ചു. തിരുമേനിക്ക് അത് വിശ്വസിക്കുവാനായില്ല. അടയാളം ചോദിച്ചു. ഉടനെ തന്നെ ജുവാൻ അമ്മയുടെ അടുക്കിലേക്ക് ഓടിയെത്തി അടയാളം ചോദിച്ചു. അമ്മ പറഞ്ഞു, മലഞ്ചെരുവിലേക്ക് പോയി കാസ്റ്റീരിയൻ റോസാ പുഷ്പങ്ങൾ കൊണ്ടുവരിക. അമ്മയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് നടന്നു നീങ്ങിയ ജുവാൻ ധാരാളം റോസാ പുഷ്പങ്ങൾ ലഭിച്ചു. ആ അമ്മയിൽ നിന്നും നമുക്കും അനുഗ്രഹങ്ങൾ സ്വീകരിക്കാം, പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞൊരു മാതാവേ, നിൻ പ്രിയ മക്കളിൽ അലിയണമേ. നന്മ നിറഞ്ഞൊരു മാതാവേ, നിൻ പ്രിയ മക്കളിൽ അലിയണമേ. നിൻ കാരുണ്യം ചൊരിയണമേ. എന്നെന്നും ഞങ്ങളെ കാക്കണമേ. നന്മ നിറഞ്ഞൊരു മാതാവേ, നിൻ പ്രിയ മക്കളിൽ അലിയണമേ. സഹനത്തിന്റെ പര്യായമായ വിശുദ്ധ അൽഫോൻസ കൂട്ടുകാർക്ക് ഇങ്ങനെ എഴുതി. മരണത്തിന് 3 ദിവസം മുമ്പ് കർത്താവിന്റെ പീഡകളോട് ചേർത്ത് സഹനങ്ങളെ സ്വീകരിക്കുവാൻ കർത്താവ് എനിക്ക് കൃപ നൽകിയിരിക്കുന്നു. ഗാഗുൽത്തായിലെ വീതികളിൽ അടിപതറാതെ ജീവിതക്ലേശങ്ങളെ നയിക്കുവാൻ അമ്മേ ഞങ്ങളെ സഹായിക്കണമേ. ഗാഗുൽത്തായിലെ പീഡകളിൽ തൻ പ്രിയ സുതനാം ഈശോദൻ. ഗാഗുൽത്തായിലെ പീഡകളിൽ തൻ പ്രിയ സുതനാം ഈശോദൻ. വേദന കണ്ടു സഹിച്ചോരമ്മേ, ജീവിതം ബലിയായി നൽകിയമ്മേ. കുരിശുകളാലെ ഞാൻ വലയുമ്പോൾ എന്നോടൊപ്പം വന്നിടണേ. നന്മ നിറഞ്ഞൊരു മാതാവേ, നിൻ പ്രിയ മക്കളിൽ അലിയണമേ. ദൈവഹിതപ്രകാരം തിരുസ്തനെ ലോകത്തിന് നൽകിയ പരിശുദ്ധ അമ്മേ, അഗ്നി പരീക്ഷകളും പ്രലോഭനങ്ങളും ഉണ്ടാകുമ്പോൾ വീഴാതെ അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ, ആശ്വാസം ലഭിക്കുവാൻ അമ്മേ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ ദുഃഖങ്ങളെയും വേദനകളെയും അമ്മയെ ഏറ്റെടുക്കണമേ. ദൈവഹിതത്താൽ രക്ഷകനെ പാരിനായി നൽകിയ സ്നേഹനിധി. ദൈവഹിതത്താൽ രക്ഷകനെ പാരിനായി നൽകിയ സ്നേഹനിധി.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ ജീവിതം ഒരു പൂർണ്ണ ശുശ്രൂഷയാണ്. അമ്മയുടെ ജീവിതത്തിലെ സഹനങ്ങളെ ശുശ്രൂഷയാക്കി മാറ്റിയവളാണ് അമ്മ. നമുക്കറിയാം, ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും ശുശ്രൂഷയായിട്ട് മാറ്റാനായിട്ട് നമുക്ക് കഴിയും. അങ്ങനെ തൻ്റെ ജീവിതം മുഴുവനും ശുശ്രൂഷയാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ അമ്മയുടെ ജീവിതം മുഴുവൻ ഒരു സഹനമാണെന്ന് നമുക്ക് മനസ്സിലാകാം. അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ജീവിതം മുഴുവൻ സഹനത്തിലൂടെ അമ്മ കടന്നുപോയത്. ആ സഹനത്തെ ശുശ്രൂഷയാക്കി മാറ്റിയവളാണ് അമ്മ. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ അമ്മയുടെ ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. നമുക്കറിയാം, നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ അമ്മയുടെ നല്ല രൂപങ്ങൾ, ലോകം മുഴുവനും അമ്മയുടെ നല്ല ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാം. നല്ല മന്ദഹാസം തൂങ്ങിയിരിക്കുന്ന അമ്മയുടെ, നല്ല സൗന്ദര്യമുള്ള അമ്മയുടെ മുഖമൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്, പരിചയമാണ്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കിത് ഒത്തിരി സന്തോഷമാണ് തോന്നുക. പക്ഷെ അമ്മയുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എങ്ങനെ അമ്മയുടെ മുഖം ഇങ്ങനെ ഇരിക്കാനായിട്ട് കഴിയും എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. മറ്റൊരു മുഖം കണ്ടിട്ടുണ്ട്, ഞാനതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു വരാം. കണ്ണീർ പൊഴിക്കുന്ന അമ്മ, രക്തക്കണ്ണീർ ഒഴുക്കുന്ന അമ്മ, അതിനെക്കുറിച്ചും കണ്ടിട്ടുണ്ട്. ഏതായാലും എങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനെ കഴിയാനായിട്ട് പറ്റുക? തീർച്ചയായിട്ടും ഒരു കാര്യമേ ഉള്ളൂ, അത് പൂർണ്ണമായിട്ടും ദൈവത്തിൽ നിന്നെല്ലാം സ്വീകരിച്ചു. അതുകൊണ്ട് ദൈവം അതിനുള്ള ശക്തി കൊടുത്തു എന്ന് മാത്രമാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതൊക്കെ ദൈവത്തോട് ചേർന്നൊരു ശുശ്രൂഷയായിട്ട് ആക്കി മാറ്റിയവളാണ് അമ്മ. അതുകൊണ്ട് അമ്മയ്ക്ക് അതിനെല്ലാം അങ്ങനെ സ്വീകരിക്കാനായിട്ട് കഴിഞ്ഞു. നമുക്കറിയാം, അമ്മയുടെ ജീവിതത്തിൽ ഒന്നാമത് യേശു പിതാവ് ആയിട്ട് വിവാഹം നിശ്ചയിച്ച് അവരൊരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയ നാൾ മുതൽ ആദ്യത്തെ അനുഭവം വരുന്നതെന്ന് പറയുന്നത് യേശു പിതാവ് അമ്മയുടെ ഗർഭധാരണത്തെക്കുറിച്ച് സംശയിക്കുന്ന ഒരവസ്ഥ. കാരണം താനറിയാതെ തൻ്റെ ഭാര്യ എങ്ങനെയാണ് ഗർഭിണിയാവുക? അതിനെക്കുറിച്ച് ഏതൊരു പുരുഷനും തോന്നാവുന്ന സംശയമേ യേശുപിതാവിനും തോന്നിയിട്ടുള്ളൂ. അതാണ് അമ്മയുടെ ആദ്യത്തെ വേദന തുടങ്ങുന്നത്. കാരണം എങ്ങനെയത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുക? ഇത് ദൈവം പറഞ്ഞിട്ടാണെന്നും അല്ലെങ്കിൽ ഇങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ? അപ്പോൾ ദൈവം തന്നെ അത് തീരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. ദൈവത്തിന് തന്നെ അത് മനസ്സിലാക്കി കൊടുക്കാനായിട്ട്. ഏതായാലും ദൈവം തന്നെ തൻ്റെ ദൂതനെ അയച്ചുകൊണ്ട് യേശുപിതാവിന് അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. ഏതായാലും അതിനെക്കുറിച്ചും അമ്മയ്ക്ക് ഒരു വേദന ഉണ്ടായിരുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും. വീണ്ടും രണ്ടാമത് നമ്മൾ കാണുന്നത് അമ്മയുടെ ആ പ്രസവ സമയം അടുത്തു. അതായത് അഗസ്റ്റസ് സീസറിൻ്റെ കൽപ്പനയുണ്ടായി പ്രസവിക്കാൻ ആ സമയമായിരിക്കുമ്പോൾ ഇപ്പോൾ തന്നെ പോയി പേരെഴുതിക്കണമെന്നുള്ള അഗസ്റ്റസ് സീസറിൻ്റെ കൽപ്പന. ഈ കൽപ്പന പാലിക്കില്ല എന്ന് നിർത്തിയില്ല. ഇന്നത്തെ കാലഘട്ടമൊന്നുമല്ല, എക്സ്ക്യൂസൊന്നും പറയാനില്ല. തീർച്ചയായിട്ടും അത് പോയേ പറ്റൂ, രാജകൽപ്പനയാണ്. അത് അനുസരിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രത്യാഘാതങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ യോസേപ്പിതാവും മാതാവും കൂടെ ഈ പ്രസവ സമയം അടുത്തിരിക്കുന്ന സമയത്ത് യാതൊരു വിഷമവും കൂടാതെ അവിടെ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ പുറപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് രണ്ടുപേർക്കും അറിയാം. ഏതായാലും ബത്ലഹേമിലെത്തി അവിടെ ആ സ്ഥലത്ത് എവിടെയെങ്കിലുമൊക്കെ ഒരു സത്രം പോലത്തെ സ്ഥലമൊക്കെ താമസിക്കാനൊക്കെ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ ഒരു സ്ഥലവും കിട്ടിയില്ല, ആരും ഒരു അഭയം കൊടുത്തില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യകുലത്തിൽ ഒരു സ്ത്രീക്കും ഇതുപോലൊരവസ്ഥ ഉണ്ടായിട്ടില്ല. കാരണം യേശുപിതാവിനെക്കുറിച്ചുള്ള വേദനയാണ് അമ്മയ്ക്ക് കൂടുതൽ. കാരണം തൻ്റെ ഭർത്താവിന് ഈ കാര്യത്തിൽ ഒന്നും ചെയ്തു തരാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള അതുകൊണ്ടുള്ള വേദന ഓർത്തിട്ടുള്ള വേദനയാണ് അമ്മയ്ക്കറിയാം ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഒക്കെ. എന്നിട്ട് ദയനീയമായിട്ടൊരു പുൽത്തൊഴുത്തിൽ, ഒരു പുൽക്കൂട്ടിൽ, കന്നുകാലിയുടെ കൂട്ടത്തിൽ പ്രസവിക്കേണ്ടി വരുന്ന അവസ്ഥ ഒരു മനുഷ്യ സ്ത്രീക്കും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ബസ്സിൽ പ്രസവിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, പ്ലെയിനിൽ പ്രസവിച്ച് കേട്ടിട്ടുണ്ട്, അപ്പോൾ റോഡിൽ പ്രസവിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കാനുണ്ടാവും. ഏതെങ്കിലും ഒരു സ്ത്രീകൾ വന്ന് സഹായത്തിന് വന്ന് തുണിയൊക്കെ മറച്ചു കൊടുത്ത് അങ്ങനെയൊക്കെ ഒരു സഹായമൊക്കെ ചെയ്യും, ഒരു ഷെൽട്ടറൊക്കെ കൂടി. ഇത് അങ്ങനെയൊന്നുമില്ല. മൃഗങ്ങളുടെ കൂടെ ആയിരിക്കേണ്ട ഏറ്റവും നീചമായ ഒരു താഴ്ന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരേണ്ട അവസ്ഥയിലേക്ക് ഇതുപോലത്തെ വേദനയിലൂടെയാണ് അമ്മ കടന്നുപോയത്. വീണ്ടും അമ്മ ഈ ദേവാലയ സമർപ്പണ സമയത്ത് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ദേവാലയത്തിൽ ചെല്ലുക. ദേവാലയത്തിൽ ചെല്ലുമ്പോഴാണ് ശമയൻ ദീർഘദർശിയും അന്നയൊക്കെ കരങ്ങളിലെടുത്തുകൊണ്ട് ഒത്തിരി സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. അവിടെയും അവസാനമായിട്ട് ആ ദീർഘദർശിയുടെ വായിൽ നിന്ന് വരുന്ന വാക്ക്, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും. വലിയൊരു വേദനയാണ് അമ്മയ്ക്ക്. ഇത് എന്താ സംഭവിക്കാൻ പോകുന്നത് അറിയില്ലല്ലോ. അപ്പോൾ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും. അന്നു മുതൽ അമ്മയുടെ ഹൃദയത്തിൽ ഈ വാളാണ്. നമുക്കറിയാം, ഒരു വാള എങ്ങനെയാണ് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ കിടക്കാൻ പറ്റുമോ, കമന്ന് കിടക്കാൻ പറ്റുമോ, വലത് കിടക്കാൻ പറ്റുമോ, തിരിയാൻ പറ്റുമോ, അനങ്ങാൻ പറ്റുമോ? അപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെയാണ് അമ്മയുടെ ജീവിതം മുഴുവൻ മുന്നോട്ട് പോയതെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. വീണ്ടും നമ്മൾ ചിന്തിച്ച് കടന്നു പോകുമ്പോൾ ഹെറോദോസ് രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്ന വാർത്ത കേട്ടുകൊണ്ട് അന്ന് ആ പ്രദേശത്തുണ്ടായിരുന്ന മുഴുവൻ ആൺകുട്ടികളെയും 2 വയസ്സ് വരെയുള്ള ആൺകുട്ടികളെ മുഴുവൻ വധിക്കാനായിട്ട് ഉത്തരവിടുക. അപ്പോൾ ഈ ഒരു വാർത്ത കേട്ട് ഉടനെ തന്നെ അമ്മയും യേശുപിതാവും പിഞ്ചു കുഞ്ഞിനെയും കൊണ്ട് നാട് വിടുക ഈജിപ്തിലേക്ക്. ദൈവം സഹായിച്ച് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കുവാൻ ദൈവം കൃപ തന്നു.
എൻ്റെ പ്രിയപ്പെട്ടവർ, ഒരു രാവിലെ മുതൽ വെളുപ്പിന് മുതൽ 6 മണി മുതൽ വൈകുന്നേരം 8:30 വരെ ബസ്സിലിരുന്നിട്ടാണ് ഈ ഈജിപ്ത് പറഞ്ഞ സ്ഥലത്തിലൊക്കെ എത്തിച്ചേരുന്നത്. ഇത് 2000 വർഷം പുറകോട്ട് പോകുമ്പോൾ ആ കടന്നു പോകുന്ന വഴികൾ, അതിൻ്റെ ദുർഘടാവസ്ഥകൾ, അതിൻ്റെ അപകട സാധ്യതകൾ, ഇങ്ങനെയൊക്കെ നമ്മൾ മുന്നിൽ കാണുമ്പോൾ അതെങ്ങനെയായിരുന്നു അമ്മയും യോസേപ്പിതാവും ഈ കുഞ്ഞിനെ സംരക്ഷിക്കുവാനായിട്ട് എന്തുമാത്രം കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട്, എന്തുമാത്രം ത്യാഗമെടുത്തിട്ടുണ്ട്, എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് അത്രയും ദൂരം നടന്നും കഷ്ടപ്പെട്ടുമൊക്കെ വിളിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ടാവുക. അതുകൊണ്ട് ഈശോയെ രക്ഷിക്കാൻ വേണ്ടിയുള്ള അമ്മയുടെ കഷ്ടപ്പാടൊക്കെ എന്തുമാത്രം വിഷമത്തിലൂടെ കടന്നു. വീണ്ടും അത് കടന്നു വരുമ്പോൾ നമുക്കറിയാം, ഒരു 12 വയസ്സാകുമ്പോൾ ഇവർ വീണ്ടും എല്ലാ കൊല്ലവും യെരുസലേമിൽ തിരുനാളിന് പോകുമായിരുന്നു. അങ്ങനെ തിരുനാളിന് പോയി തിരിച്ചു വരുന്ന സമയത്ത് കൊച്ചിനെ കാണുന്നില്ല. അപ്പോൾ നമുക്കറിയാം, ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടാൽ, നമ്മുടെയൊക്കെ കുട്ടികൾ നഷ്ടപ്പെട്ടാൽ, കാണാതായി കഴിഞ്ഞാൽ അതിൻ്റെ വിഷമങ്ങൾ, അതിനെക്കുറിച്ചുള്ള ആകുലതകൾ. എന്തിന് ഒരു കുട്ടി സ്കൂളിൽ പോയിട്ട് 5 മണിക്ക് സ്കൂൾ വിട്ട് വരേണ്ട സമയത്ത് വന്നില്ല, ഒരു 10 മിനിറ്റ് വൈകുമ്പോഴേക്കും, ഒരു അരമണിക്കൂർ വൈകുമ്പോഴേക്കും നമ്മുടെയൊക്കെ ടെൻഷൻ എന്താവും, ചങ്കിടിപ്പ് എന്താവും, അതിനെ തിരഞ്ഞുള്ള ഓട്ടം, അതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ വിഷമം അറിയുക. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അമ്മ ഒരുപാട് വേദനിച്ചു ആ സമയങ്ങളിൽ. ഏതായാലും ദേവാലയത്തിൽ പോയി കുട്ടിയെ കണ്ടുകിട്ടി എന്തുമാത്രം വേദനയിലൂടെ കടന്നുപോയി. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഈശോ പരസ്യജീവിതത്തിലേക്ക് ഇറങ്ങി. പരസ്യജീവിതത്തിൽ ഒക്കെ പോകുമ്പോൾ ആൾക്കാർ കമൻ്റ് അടിക്കുന്നു, അവന് ഭ്രാന്താണ്, അതുപോലെ തന്നെ അവന് പിശാചുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ, എന്തുമാത്രം വേദനിക്കുന്ന അനുഭവമായിരിക്കും ഒരു അമ്മയ്ക്കുണ്ടാകുക. സ്വന്തം മകന് ജനം മുഴുവൻ ഭ്രാന്താണെന്ന് പറയുന്നു, അതുപോലെ തന്നെ അവനെ പിശാച് ബാധിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വേദന അമ്മ എന്തുമാത്രം സഹിച്ചിട്ടുള്ളത്. ഞാനൊരു 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഈ നവീകരണ അനുഭവത്തിലേക്കൊക്കെ വന്ന് ഞാൻ സെയിൽസ് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ എനിക്കറിയാം, അതുമായിട്ട് ഒത്തു പോകാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഏതായാലും ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. കൈക്കൂലി വാങ്ങില്ല എന്ന് തീരുമാനിച്ചു. അതുപോലെ തന്നെ മദ്യപിക്കുന്നില്ല എന്ന് തീരുമാനമെടുത്തു. പല കൂട്ടുകെട്ടുകൾ ഒഴിവാക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തപ്പോൾ എല്ലാവരും, മനുഷ്യരൊക്കെ പലരും മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, ഇയാൾക്ക് ഭ്രാന്ത, വട്ട, അല്ലെങ്കിൽ നീ മാത്രം നന്നാക്കിയാൽ ഈ ലോകം നന്നാവുമോ എന്നൊക്കെ ഒരുപാട് ചോദ്യശരങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ കാര്യങ്ങൾ പറയുമ്പോൾ, തമ്പുരാൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ കേൾക്കേണ്ടി വരുമെന്നുള്ള ഉറപ്പാണ് നമ്മുടെ ജീവിതങ്ങളിലൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും അമ്മയുടെ ജീവിതത്തിൽ ഈ ഒരു വലിയ നൊമ്പരത്തിലൂടെയാണ് അമ്മ കടന്നുപോയത്. പ്രിയപ്പെട്ടവരെ, പീലാത്തോസിൻ്റെ ആ ഭവനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നത് നല്ലതാണ്. ഈശോ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് പീലാത്തോസിൻ്റെ ഭവനത്തിൽ കൊണ്ടുവന്ന് ആ ചാട്ടവാറടിക്കുന്ന രംഗമൊക്കെ നമ്മൾ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്, പലരും നമ്മൾ കണ്ടിട്ടുണ്ട്. എത്ര ദയനീയമായിട്ടാണ് അമ്മ അത് കണ്ട് മൗനമായിട്ട് അത് സഹിച്ചുകൊണ്ടിരുന്നത്. അമ്മ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് എങ്ങനെയാണ് അമ്മ സഹിക്കുക? ഒരു കുഞ്ഞിനെ ഇതുപോലെ തല്ലിച്ചതയ്ക്കുമ്പോൾ അവസാനം അതെല്ലാം കഴിഞ്ഞപ്പോൾ അമ്മ ആ തുണിയും കൊണ്ടുപോയി ആ രക്തമെല്ലാം ഒപ്പിയെടുക്കുന്ന അവസ്ഥ. പ്രിയപ്പെട്ടവരെ, അമ്മയുടെ മനസ്സിലൂടെ എന്തുമാത്രം വേദനകളാണ് കടന്നുപോയത്. വീണ്ടും അമ്മ കുരിശുയാത്രയെ അനുധാവനം ചെയ്യുകയാണ്. വഴിയിൽ വീഴുമ്പോഴും, അതുപോലെ തന്നെ ഓരോ രംഗങ്ങൾ ചാട്ടവാറടി കൊടുക്കുമ്പോഴും, അതുപോലെ തന്നെ കുരിശിൽ കൊണ്ടുപോയി ആണികൾ തറയ്ക്കുമ്പോഴും, കുരിശിലേറ്റുമ്പോഴും ഏറ്റവും മാരകമായിട്ട് ഭയാനകമായിട്ട് നമുക്ക് തോന്നുന്ന രംഗം, സ്വന്തം മകനെ മറ്റുള്ളവരുടെ മുമ്പിൽ നഗ്നനാക്കിക്കൊണ്ട് ഇതുപോലെ ക്രൂരമായി കുരിശ് മരണത്തിൽ ഏൽപ്പിക്കപ്പെടുമ്പോൾ ഒരു അമ്മയുടെ ഹൃദയം എങ്ങനെ വേദനിക്കാതിരിക്കുക? അപ്പോൾ അമ്മയുടെ ഹൃദയത്തിലൂടെ അത് കടന്നു പോവുക. അങ്ങനെ ആ കുരിശിൽ കിടന്നുള്ള മരണമെല്ലാം കാണേണ്ടി വരിക. മാത്രമല്ല, ആ കുരിശിൽ നിന്നിറക്കിയ ദേഹം സ്വന്തം മടിയിൽ കിടത്തിക്കൊണ്ട് അമ്മ അതിനെ ഇങ്ങനെ ധ്യാനിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓർക്കുക, എന്തുമാത്രം വേദനയിലൂടെ അമ്മ കടന്നുപോയത്, എന്തുമാത്രം കഷ്ടതയിലൂടെ അമ്മ കടന്നുപോയത്, എന്തുമാത്രം സങ്കടങ്ങളിലൂടെ അമ്മ കടന്നുപോയത്. അപ്പോൾ അമ്മയുടെ ജീവിതം മുഴുവനും ഇതുപോലെ സങ്കടത്തിൻ്റെയും വേദനയും നിറഞ്ഞതായിരുന്നു എന്ന് നമുക്കെപ്പോഴും മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് സ്നേഹത്തിൻ്റെ പൂർണ്ണത കൊണ്ടാണ്. അമ്മ സ്നേഹിച്ചതുകൊണ്ടാണ് ഇങ്ങനെ. കാരണം സ്നേഹം സഹനമാണെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. സ്നേഹം സഹനമാണ്. സ്നേഹിക്കുന്നവർ സഹിക്കാൻ അവർക്ക് കഴിയും. സ്നേഹിക്കുന്നവർക്ക് സഹനം ഒരു പ്രയാസമുള്ള കാര്യമല്ല. അവർ എന്ത് ത്യാഗവും ചെയ്യാനായിട്ട് മനസ്സ് വെക്കും. ഈശോ അതുപോലെ, ദൈവപിതാവ് അതുപോലെ ലോകത്തെ സ്നേഹിച്ചതുകൊണ്ടാണ് പുത്രൻ തമ്പുരാനെ, തൻ്റെ ഏകപുത്രനെ ലോകത്തിലേക്ക് വിട്ടു തന്നത്. ഈശോ അതുപോലെ ലോകത്തെ മുഴുവൻ സ്നേഹിച്ചതുകൊണ്ടാണ് തൻ്റെ ജീവിത സഹനങ്ങൾ മുഴുവൻ, ഈ ത്യാഗങ്ങൾ മുഴുവൻ ഏറ്റെടുക്കാൻ. അപ്പം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സഹിക്കുക എന്നുള്ളതാണ് അമ്മ നമ്മളെ പഠിപ്പിക്കുന്ന വലിയ സത്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാതാവ് സഹനത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷി ജീവിതമാണ് നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. സഹനത്തിൻ്റെ രക്ഷാകര മൂല്യങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ജോസഫിൻ്റെ ജീവിതം അങ്ങനെയല്ലായിരുന്നോ? പൂർവ്വ ജോസഫിൻ്റെ ജീവിതം എന്തുമാത്രം കഷ്ടതയിലൂടെ കടന്നുപോയി. അത് ആ ഇസ്രായേൽ ജനത്തിന് മുഴുവനും, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് മുഴുവനും, അല്ലെങ്കിൽ ഈജിപ്തിലെ ജനങ്ങൾക്ക് മുഴുവനും അത് രക്ഷാകരമായിട്ട് മാറി, വലിയ അനുഗ്രഹമായിട്ട് മാറി, അതൊരു ശുശ്രൂഷയായിട്ട് മാറി. ഇവിടെ ദാനിയേലിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതൊരു ശുശ്രൂഷയായിട്ട് മാറിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം സഹിക്കുന്ന എല്ലാവരും അത് ശുശ്രൂഷയായിട്ട് മാറി. ദാനിയേലിനെ എന്തിനാണ് സിംഹക്കുഴിയിൽ കൊണ്ടിട്ടത്? ആ മനുഷ്യൻ്റെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നല്ലൊരു ചെറുപ്പക്കാരനാണ്. ഏതായാലും അദ്ദേഹത്തോടുള്ള ആ
മനുഷ്യരുടെ അസൂയയാണ് അദ്ദേഹത്തെ ജയിലിൽ കൊണ്ടിട്ടത്. നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു, നല്ലൊരു പ്രവർത്തകനായിരുന്നു, അന്നത്തെ ആ രാജ്യത്ത് നല്ലൊരു ഭരണാധികാരിയായിരുന്നു. അസൂയ കൊണ്ട് ജയിലിലിട്ടതാണ് സിംഹങ്ങളുടെ ഇടയിൽ. ഏതായാലും അവിടെ കിടന്നുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് കാത്തിരുന്ന് അവസാനം ആ അനുഗ്രഹം പ്രാപിച്ചു. കാരണം ദൈവം തന്നെ കാണുന്നുണ്ടെന്നുള്ള ആ ഒരു വലിയ ബോധ്യത്തോടെ. ദാനിയേലിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 37, 38, 41 തിരുവചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ സത്യമുണ്ട്. അത് വലിയൊരു ശുശ്രൂഷയായിട്ട് മാറുന്നു. എന്തുകൊണ്ടാണ്, ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ദാനിയേലിന് ഇത്രയും കഷ്ടപ്പാട് കൊടുത്തത്? ഈ സിംഹങ്ങളുടെ നടുവിൽ അതുപോലെ തന്നെ കിടക്കാൻ സ്ഥലമില്ല, ഇരിക്കാൻ സ്ഥലമില്ല, ശ്വസിക്കാൻ വായുവില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, ഇങ്ങനെയുള്ളൊരു അവസ്ഥയിലൂടെ കടത്തുവിട്ട്. നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഇതുപോലെ ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നു പോകും. നമ്മളും ചോദിക്കുന്ന ചോദ്യമാണ്, എന്തിനെങ്ങനെ അനുവദിച്ചത്? ഇതൊക്കെ അനുവദിച്ചതിന് വലിയ അർത്ഥമുണ്ടെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുക. 41-ാമത്തെ തിരുവചനം, ദാനിയേലിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 41-ാം തിരുവചനം. അവിടെ രാജാവ് ഈ മനുഷ്യൻ്റെ മരിച്ചുപോയിട്ടുണ്ടാവും, സിംഹം തിന്നിട്ടുണ്ടാവും, പൊടി പോലും ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പോൾ ദാനിയേൽ അവിടെ കുത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ വിളിച്ചു പറഞ്ഞു, ദൈവമേ, ദാനിയേലിൻ്റെ ദൈവമേ, അങ്ങാണ് ഏക ദൈവം എന്ന് പറഞ്ഞാൽ അന്ന് ആ രാജ്യം, ബാബിലോൺ രാജ്യം മുഴുവനും രാജാവ് വിളംബരം ചെയ്യുന്നത് കേൾക്കുക, വിളിച്ചു പറയുന്നത് കേൾക്കുക, രാജാവ് പറയുന്ന ആ വലിയ സത്യം തിരിച്ചറിയുക. ദൈവമാണ് ഏക ദൈവം, സത്യദൈവമാണ് ഏക ദൈവം, ദാനിയേലിൻ്റെ ദൈവമാണ് ഏക ദൈവം. അപ്പോൾ അതൊരു ശുശ്രൂഷയായിട്ട് മാറി. സഹനം ഒരു ശുശ്രൂഷയാക്കി മാറ്റിയുള്ളതാണ് പരിശുദ്ധ അമ്മ. ജീവിതത്തെ മുഴുവനും സഹനത്തെ മുഴുവനും ശുശ്രൂഷയായിട്ട് മാറി. അപ്പോൾ അതുകൊണ്ടാണ് അമ്മയുടെ ജീവിതം ഒരു സന്തോഷപൂർണ്ണമായിട്ട് മുഖം എപ്പോഴും നമുക്ക് കാണാനായിട്ട് പറ്റുക. നമ്മുടെ മുഖം ഈ ശുശ്രൂഷയാണെന്നുള്ള വലിയൊരു ബോധ്യം അമ്മയ്ക്കുണ്ടായിരുന്നു. നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ വേദനകളും ഇതുപോലെ ഒരു ശുശ്രൂഷയാണെന്നുള്ള മനോഭാവത്തോടെ നമ്മുടെ കുടുംബജീവിതമായാലും ഔദ്യോഗിക ജീവിതമായാലും സാമൂഹിക ജീവിതമായാലും ഏത് തലത്തിലുള്ള ജീവിതങ്ങളായാലും അതൊരു ശുശ്രൂഷയാണ് എന്നുള്ള ഒരു ബോധ്യത്തോടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് രക്ഷാകരമാക്കി മാറ്റാം. അതുപോലെ തന്നെ സ്വീകരിക്കുകയും ചെയ്യാം. അപ്പോൾ അമ്മ അതിന് നമുക്ക് വലിയ പ്രചോദനമാണ്. അമ്മയുടെ സഹനം തീച്ചുകളിലൂടെ കടന്നു പോയെങ്കിൽ ഈ ഒരു വലിയ പ്രചോദനം തരുന്നത് അമ്മ നമുക്ക്. പ്രിയപ്പെട്ടവരെ, അമ്മ എന്തുകൊണ്ടാണ് കണ്ണീർ പൊഴിക്കുന്നത്, കരയുന്നത്? അത് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഒന്ന്, ഈ ലോകത്തിലുള്ള അമ്മ കരയുന്നത് വെറുതെ ഒന്നുമല്ല. അമ്മ കരയുന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ വേദന ഓർത്തിട്ടല്ല, അമ്മയുടെ ദുഃഖങ്ങൾ ഓർത്തിട്ടില്ല, അമ്മയുടെ സങ്കടങ്ങൾ ഓർത്തിട്ടില്ല, അമ്മയുടെ ആത്മാവിലോ മനസ്സിലോ ശരീരത്തിലോ ഏറ്റിട്ടുള്ള വേദനകളോ ദുഃഖങ്ങളോ ഓർത്തിട്ടല്ല. അമ്മ കരയുന്നത് ഒറ്റ കാര്യം കൊണ്ടാണ്, ഈ ലോകത്തിലെ നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ ഓർത്തുകൊണ്ട്. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അമ്മ കരയുന്നത്. അതിനുവേണ്ടിയാണ് എല്ലാവരോടും ആഹ്വാനം ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ദൈവത്തെ മറന്നുള്ള ജീവിതത്തെ ഓർത്തുകൊണ്ടാണ്. ദൈവത്തെ മറന്ന് മനുഷ്യൻ ജീവിച്ചു പോകുന്നു. അത് ഓർത്തുകൊണ്ടാണ് അമ്മ രണ്ടാമത് കണ്ണീരൊഴുക്കുന്നത്, രക്തക്കണ്ണീരൊക്കെ ഒഴുക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തെ മറന്ന് ജീവിതം. ദൈവത്തിൻ്റെ കരുണയെ മറക്കുകയാണ്. അനന്ത കാരുണ്യവാനായ ദൈവം ഇത്രയും കരുണ ചൊരിഞ്ഞിട്ടും തൻ്റെ പ്രിയപ്പെട്ട മക്കളത് അറിയുന്നില്ലല്ലോ എന്നുള്ള ആ കാരുണ്യത്തെ മറന്നുകൊണ്ട് ജീവിച്ചാൽ ഇവർക്ക് വരാൻ പോകുന്ന വലിയൊരു വിപത്ത്, അതിനെ ധിക്കരിച്ച് ജീവിക്കുമ്പോൾ വലിയൊരു ആപത്ത്, അവരുടെ മേൽ വന്നു വീഴാൻ പോകുന്ന വലിയൊരു കഠിനമായ ആ ഒരു ആപത്തിനെക്കുറിച്ച് ഓർത്തിട്ടാണ് അമ്മ എപ്പോഴും ഇങ്ങനെ കരയുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ഉലച്ചിലുകളും ഇന്നത്തെ ലോകത്തിൽ നടക്കുന്ന വലിയ പ്രതിസന്ധികളും വലിയ മുറിവുകളും അതുപോലെ തന്നെ ഭ്രൂണഹത്യയും സ്വവർഗ വിവാഹവും ഇന്ന് ലോകത്തിൽ ഇതുപോലെ നടക്കുന്ന അനീതിയും ഈ മദ്യവും മയക്കുമരുന്നും അതുപോലെ നടക്കുന്ന എല്ലാ സംഭവങ്ങളൊക്കെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഈ കാര്യത്തിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട അതിനൊക്കെ വേണ്ടിയുള്ള പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് അമ്മ തൻ്റെ വേദന കാണിച്ചു തരുന്നത്, തൻ്റെ ദുഃഖം കാണിച്ചു തരുന്നത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് എൻ്റെ മനസ്സിലേക്ക് തോന്നിയ നല്ലൊരു ചിത്രമുണ്ട്. ഒരു കുരുക്കഴിക്കുന്ന അമ്മയുടെ ഒരു ചിത്രത്തെക്കുറിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അത് വിശുദ്ധ ഇരണേവൂസിൻ്റെ ധ്യാന വിഷയത്തിൽ നിന്ന് കിട്ടിയ ഒരു ചിത്രമാണ്. ആ ചിത്രത്തിൽ പറഞ്ഞു വരുന്നൊരു കാര്യം ഇതാണ്. അമ്മയുടെ ചിത്രം നടുവിൽ അമ്മയുടെ കയ്യിലേക്ക് ഒരു മാലാഖ ഒരു ചരടിൽ കെട്ട് കൊടുക്കുന്നു. അത് അഴിച്ചുകൊണ്ട് അമ്മ ഇങ്ങോട്ട് കൊടുക്കുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞു വരുന്നത് ഇതാണ്: ആദം ഔവയിലൂടെ വന്ന ഈ മാനവകുലത്തിൻ്റെ ഒരു ഔവയിലൂടെ വന്ന ആ ഒരു പാപം, ഒരു തിന്മ, ഒരു കെട്ട്, അത് പരിശുദ്ധ അമ്മ, രണ്ടാമത്തെ ഹൗവയായ അമ്മ അതിനെ അഴിച്ചുകൊണ്ട് മനുഷ്യരെ രക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും കെട്ടുകളും ഈ അമ്മയുടെ കയ്യിലേക്ക് ദൂതൻ വഴി കൊടുത്തു കഴിഞ്ഞാൽ ആ കെട്ടുകളെ അഴിച്ച് നമ്മളെ മോചിപ്പിക്കാനായിട്ട് അമ്മയ്ക്ക് കഴിയും എന്നുള്ള വലിയൊരു ബോധ്യമാണ് ഈ ചിത്രത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണല്ലോ തോബിയാസിൻ്റെ ജീവിതത്തിലേക്ക് തോബിയാസിനെ കൂട്ടിക്കൊണ്ടുപോയി സാറയുടെ അടുത്തേക്ക് കൊണ്ട് 7 ഭർത്താക്കന്മാരുണ്ടായിരുന്ന വ്യക്തി 7 ഭർത്താക്കന്മാർ വിവാഹരാത്രിയിൽ മരിച്ചുപോയ സാറയുടെ അടുത്ത് കൊണ്ടുവന്ന് ആ സാറയെ ഈ തോബിത്തുമായിട്ടുള്ള വിവാഹം ദൂതൻ വഴി ആ കെട്ടുകൾ അഴിച്ച് രക്ഷിക്കുന്ന ഒരു അനുഭവം. ഇതിലൂടെയാണ് അമ്മയുടെ മധ്യസ്ഥം തേടിയാൽ ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹം നമുക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇതുപോലുള്ള കെട്ടുകളും ഇതുപോലുള്ള ബന്ധനങ്ങളും ഇതുപോലുള്ള മുറിവുകളും ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതം സഹനത്തിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളാണെങ്കിൽ അമ്മയ്ക്ക് കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ നമ്മളെ സഹായിക്കും, അമ്മയ്ക്ക് സഹായിക്കാനായിട്ട് കഴിയും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവേ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകളും വിഷമങ്ങളും കെട്ടുകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം
അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഈ നിമിഷം വെച്ച് തരുമ്പോൾ അമ്മ മാതാവേ, അമ്മയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുമ്പോൾ അമ്മ തീർച്ചയായിട്ടും ആ വിഷമങ്ങളും ബന്ധനങ്ങളും മുറിവുകളൊക്കെ അഴിച്ചുമാറ്റി ഞങ്ങളെ സ്വതന്ത്രരാക്കി രക്ഷയുടെ അനുഭവത്തിലൂടെ നയിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അമ്മ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ എല്ലാ മുറിവുകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുകയും ബന്ധനങ്ങളിൽ ഞങ്ങളെ മോചിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. അഞ്ച് വയസ്സുള്ളപ്പോൾ ഓസ്റ്റിയോസാർക്കോമ എന്ന ക്യാൻസർ രോഗം മൂലം കാൽമുട്ടിന് താഴെ വെച്ച് മുറിച്ചു കളഞ്ഞ ഈശോയുടെ സ്വന്തം നെന്നലോനിനെയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? അവൾ തൻ്റെ രോഗക്കിടക്കയിൽ കിടന്ന് തൻ്റെ സഹനങ്ങളെ പരാതികളില്ലാതെ സന്തോഷത്തോടെ സ്വീകരിച്ചു. രോഗക്കിടക്കയിൽ വെച്ച് തൻ്റെ ദൈവപിതാവിനും പരിശുദ്ധ അമ്മയ്ക്കും ഉണ്ണി ഈശോയ്ക്കും അവൾ ധാരാളം കത്തുകൾ എഴുതി. ആ വിശിഷ്ടമായ കത്തുകളാണ് അവളെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താൻ കത്തോലിക്ക സഭയെ പ്രേരിപ്പിച്ചത്. പരിശുദ്ധ അമ്മയുടെ പിറവിത്തിരുനാൾ ദിനമായ സെപ്റ്റംബർ 8-ാം തീയതി അവൾ തൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ എഴുതി: പ്രിയപ്പെട്ട കന്യാമാതാവേ, ഈശോയെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന് ഈശോയോടൊന്ന് പറയണം. ഇന്ന് അമ്മയുടെ ജന്മദിനമല്ലേ? അടുത്ത ജന്മദിനത്തിൽ ഞാൻ ധാരാളം ത്യാഗങ്ങൾ ചെയ്ത് നന്നായി ഒരുങ്ങി വരാം. ഒരു ചെറിയ പാപം പോലും ചെയ്യുന്നതിന് മുൻപ് എൻ്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് എടുക്കണമേ എന്ന് ഈശോയോടൊന്ന് പറഞ്ഞേക്ക്. പരിശുദ്ധ അമ്മേ, എനിക്ക് അമ്മയെ എത്രമാത്രം ഇഷ്ടമാണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. അമ്മയെ എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ്. അമ്മയുടെ ഈ മകൾ എന്നും നല്ല കുട്ടിയായിരിക്കും. ഈശോയുടെ കുഞ്ഞുമകൾ നെന്നലോനിയ. അമ്മയുടെ മാതൃസ്നേഹം ഹൃദയത്തിൽ പേറി സ്നേഹത്തോടെ അമ്മയോട് ചേർന്ന് നമുക്കിവിടെ ആയിരിക്കാം. പാവന സ്വർഗീയ വാടിയിലെ റാണിയാം കന്യകേ, വാത്സല്യമോടിന്നു നോക്കിയിടണേ. സ്നേഹമേ സ്നേഹമേ, ഉണ്ണി നെഞ്ചോടു ചേർത്തിടുമ്പോ നിന്മാറിലാശ്രയം നൽകിയിടണേ. അമ്മേ അമ്മേ അമ്മേ, പാവന സ്വർഗീയ വാടിയിലെ റാണിയാം കന്യകേ, വാത്സല്യമോടിന്നു നോക്കിയിടണേ. സ്വർഗത്തിൽ തനിക്കൊരു അമ്മയുണ്ടെന്ന ഉറച്ച ബോധ്യമാണ് ആ കൊച്ചു വിശുദ്ധിയെ വിശുദ്ധിയിലേക്ക് എത്തിച്ചത്. പരിശുദ്ധ അമ്മയുടെ മുൻപിലായിരിക്കുമ്പോൾ അമ്മയോട് ചേർന്ന ആ വിശുദ്ധിയെ പോലെ നിഷ്കളങ്ക സ്നേഹത്താൽ എന്നെയും നിറയ്ക്കണമേ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കാം. മഞ്ഞു പോലുള്ള നിൻ മാനസത്തിൻ വെണ്മയെനിക്കു പകർന്നിടണേ. മഞ്ഞു പോലുള്ള നിൻ മാനസത്തിൻ വെണ്മയെനിക്കു പകർന്നിടണേ.
സുഖങ്ങളും ജഡിക മോഹങ്ങളും ഞങ്ങളെ വരിഞ്ഞു മുറുക്കുമ്പോൾ തിന്മയുടെ സ്വാധീനങ്ങളിൽ ഇടറി വീഴാതെ, പാപ സാഹചര്യങ്ങളിൽ പെട്ടുപോകാതെ നേരിൻ്റെ വഴിയിൽ നടക്കാൻ അമ്മേ മക്കളായി ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ജീവിതഭാരങ്ങളും ഉത്തരവാദിത്തങ്ങളും ഞങ്ങളെ അലട്ടുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാതൃസ്നേഹത്താൽ അമ്മ ഞങ്ങളെ പൊതിയണമേ. ഹൃദയം കൊണ്ട് നമ്മെ സ്നേഹിച്ച പരിശുദ്ധ അമ്മയുടെ ഒരു കൊച്ചു സുഹൃതം നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. വിമല ഹൃദയനാഥേ, അങ്ങയുടെ വിമല ഹൃദയത്തിൽ എനിക്കെന്നും അഭയം നൽകണമേ. വിമല ഹൃദയനാഥേ, അമ്മയുടെ വിമല ഹൃദയത്തിൽ എനിക്കെന്നും അഭയം നൽകണമേ. അമ്മയോട് ചേർന്ന് ഒരിക്കൽ കൂടി നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. വിമല ഹൃദയനാഥേ, അമ്മയുടെ വിമല ഹൃദയത്തിൽ എനിക്കെന്നും അഭയം നൽകണമേ.